ലഹരി വ്യാപനത്തിനെതിരെ എറണാകുളത്ത് കോൺഗ്രസിന്റെ ക്വിറ്റ് ഡ്രഗ് ഡേ വാക്കത്തോൺ. ലഹരി ഉപയോഗം തടയുന്നതിൽ സർക്കാർ നിസ്സംഗത പാലിക്കുകയാണെന്ന് വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു ലഹരിയുടെ കേന്ദ്രമെങ്കിൽ ഇപ്പോൾ കേരളമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ലഹരിക്കെതിരെ സർക്കാർ ആന്റി ഡ്രഗ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു. ലഹരിയെ അത്രത്തോളം കേരളത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പോലീസ് അത്രത്തോളം ജാഗരൂകരായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വിമർശനം ഉയരുന്നത്. കേരള സർക്കാരിനെ പിഴച്ചു എന്നൊരു ഇതാണോ മുന്നോട്ട് വയ്ക്കുന്നത് KC വേണുഗോപാൽ? അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. ആ ദിവസം തന്നെ ക്വിറ്റ് ഡ്രഗ് എന്ന ദൗത്യവുമായി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പാർട്ടി ഇത്രയും വലിയ ഒരു റാലി സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമുണ്ട്. പ്രതിപക്ഷ നേതാവുണ്ട്, KC വേണുഗോപാലുണ്ട്, ഒപ്പം ഷാഫി പറമ്പിൽ, ഹൈബീഡൻ MP ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും തന്നെ ഈ റാലിയുടെ ഭാഗമായി ഒത്തുചേർന്നിട്ടുണ്ട്. കൊച്ചി ഇത് ആരംഭിച്ചത് കലൂർ സ്റ്റേഡിയത്തിൽ നിന്നുമായിരുന്നു KC വേണുഗോപാൽ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇത് മറൈൻ ഡ്രൈവിലായിരിക്കും അവസാനിക്കുക. ഇത്രയും വലിയൊരു റാലി ആദ്യമായിട്ടായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ ലഹരിയെ മുക്തമാക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി ധൈര്യമായി മുന്നോട്ട് വരണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഈ പാർട്ടിയുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ആന്റി ഡ്രഗ് ഡേ വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് അവരോട് തന്നെ പ്രതികരണം കിട്ടുമോ എന്ന് ചോദിക്കാം. വലിയൊരു ദൗത്യം തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു വാക്കത്തോൺ നമ്മൾ കാണുന്നതും, അതും ഏറ്റവും വലിയൊരു മഹാമാരിക്കെതിരെ. എന്താണ് ഇതിൽ പറയുന്നത്? ഇത് ഒരു രണ്ട് കൈൻഡ് ഓഫ് അപ്രോച്ചാണ്. ഒന്ന്, ഇതൊരു ബോധവൽക്കരണം തന്നെയാണ്. ജനങ്ങൾ ഒന്നിച്ച് അണിനിരക്കേണ്ടതും ജനങ്ങൾ ഒന്നിച്ച് ഇടതടവുകളില്ലാതെ പോരാടേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ബോധത്തിൽ അതും ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാക്കിയ ദിവസമാണ്. ഡു ഓർ ഡൈ. ആ ഒരു സിറ്റുവേഷനിലാണ് ലഹരിയുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളം ഉള്ളത്. അതേസമയം തന്നെ ഇതൊരു ബോധവൽക്കരണത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, ഇതൊരു പോരാട്ടമാണ്. ഈ വ്യാപനം ഇപ്പം നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുക. ആ ലഹരിയുമായി ബന്ധപ്പെട്ട കുറച്ച് ദിവസം വാർത്തകൾ ഉണ്ടായപ്പോൾ സർക്കാരിന്റെ കുറച്ച് നടപടികളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം അത് നമ്മുടെ അറ്റൻഷനിലേക്ക് വരുന്നുണ്ടോ? അത് പിന്നെയും താഴെ പോയി. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സീസണൽ ഇടപെടൽ നടത്തിയാൽ പോരാ. ഇതിന്റെ വ്യാപനം ഇത്ര ഗുരുതരമായി എന്ന് വെച്ചാൽ വീടിനകത്ത് രക്ഷിതാക്കൾ മക്കളാൽ കൊല്ലപ്പെടുന്ന വാർത്ത കേരളത്തിൽ വായിക്കേണ്ടിയും കാണേണ്ടിയും വരുന്ന അവസ്ഥ ഉണ്ടാവുകയല്ലേ? അതിലെ ഗവൺമെന്റ് വിളിച്ച ഇപ്പൊ ലഹരി ഉപയോഗിച്ച കൈവശം വെച്ച കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇതിന്റെ സപ്ലൈ ചെയിൻ ഇതുവരെ മുറിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും യഥേഷ്ടം ഇതിന്റെ വിതരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള ഗവൺമെന്റ് വീഴ്ചക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇത് കേരളത്തിന്റെ ലഹരിക്കെതിരായിട്ടുള്ള അന്തിമ പോരാട്ടത്തിന്റെ തുടക്കമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിരന്തരം ലഹരിക്കെതിരായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു അന്തിമ പോരാട്ടത്തിന്റെ തുടക്കമാണ്. വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പുലർച്ചെ അതുപോലെ തന്നെ ഒരുപാട് മഴ ഉൾപ്പെടെയുള്ള ഒരുപാട് കാലാവസ്ഥാ പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇതിന് തുടർച്ചയുണ്ടാവും. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഷാഫി പറമ്പിൽ MP പറഞ്ഞത്. കേരളം ഇപ്പോൾ വീണ്ടും ലഹരിയുടെ പിടി മുറുക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം അല്ലെങ്കിൽ പോലീസിന്റെ ഒരു നിരീക്ഷണമൊക്കെ അല്പം ഒരു അലംഭാവം വന്നിട്ടുണ്ട് എന്നൊരു സംശയം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു തുടക്കമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഷാഫി പറമ്പിൽ MP, അൻവർ സാദത്ത് MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഈ വലിയ വാക്കത്തോന്റെ ഭാഗമായി അണിചേരുന്നുണ്ട്. കോൺഗ്രസ് ഒപ്പം തന്നെ KSU യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുമുണ്ട്. അനുശ്രീ, ശരി. ലഹരി വ്യാപനത്തിനെതിരെ എറണാകുളത്ത് കോൺഗ്രസിന്റെ ക്വിറ്റ് ഡ്രഗ് ഡേ വാക്കത്തോണാണ് പുരോഗമിക്കുന്നത്. നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.